ചീരയുടെ വീഡിയോ ഒക്കെ നമ്മളെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ച് പേർക്കൊക്കെ അതിനെക്കുറിച്ചുള്ളതായ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒറ്റയൊരു വളം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ചീര നല്ല തഴച്ച് വളരാനായിട്ട് ഈ ഒരു പ്രയോഗം മാത്രം മതി. നിങ്ങൾ വേറെ ഒരു വളവും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളമാണ്. അതെന്താണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് തുടക്കത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ചീരകൃഷി എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഒരു വളം നമ്മൾ ഉപയോഗിച്ചാൽ അതിനകത്ത് കീടശല്യങ്ങളോ അതേപോലെ തന്നെ ഇലപ്പുള്ളി രോഗങ്ങളോ ഒന്നും ഉണ്ടാകാതെ നമുക്ക് നല്ലതുപോലെ ചീര നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം വരെയൊക്കെ നമുക്ക് നല്ല ഒന്നാന്തരമായിട്ട് ചീര കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. മഴയൊന്നും ഇല്ലാത്തതായ സമയത്ത് രോഗങ്ങളും കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു വളം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ചീര നടുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു വളമാണ് നമ്മുടെ ജൈവ സ്ലറി എന്ന് പറയുന്നത്. ഇത് നമുക്ക് നടുന്നതിന് തൊട്ട് മുമ്പ് മുതൽ നമുക്കിത് കൊടുക്കാം. വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ജൈവ സ്ലറി കൊടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്ര അടിപൊളിയായിട്ടുള്ളൊരു വളമാണ്. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സ്വല്പം ഒരു ഗ്ലാസ്സോളം എടുത്തിട്ട് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ വിത്ത് പാകാനെന്നുണ്ടെങ്കിൽ ഒരു പച്ചച്ചാണകം ചെറുതായിട്ടൊന്ന് കലക്കിയിട്ട് നമുക്ക് ആ ഗ്രോ ബാഗിനകത്ത് ഒഴിച്ചിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിത്ത് പാകാം. അപ്പോൾ നമ്മുടെ വിത്തുകൾ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. അപ്പോൾ അതിനകത്ത് ജൈവ സ്ലറിയും വേപ്പിൻ പിണ്ണാക്കും ഒന്നും ഇടണമെന്നില്ല. ചെറുതായിട്ട് ഇച്ചിരി ചാണകം കലക്കി മാത്രം നമ്മുടെ ഗ്രോ ബാഗിനകത്ത് ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരുക്കി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിനകത്തോട്ട് നമുക്ക് സ്വല്പം ചാണകം കലക്കിയത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് വിത്തുകൾ പാകുക. അപ്പം അങ്ങനെ പാകി വെച്ചിരിക്കുന്നതായ വിത്തുകൾ വളർന്നു വന്നിരിക്കുന്നതാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് ഞാൻ എല്ലാത്തിനും പറിച്ച് നടുന്നതും. തൈകൾ പറിച്ച് നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തുവേണമെന്ന് അറിയാമോ, 2 ദിവസം മുമ്പേ കുറച്ച് ജൈവ സ്ലറി നമ്മുടെ ഗ്രോ ബാഗിനകത്ത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഏതിനകത്താണോ നമ്മൾ തൈകൾ പറിച്ച് നടുന്നത് അതിനകത്ത് ഇങ്ങനെ ഇച്ചിരി ജൈവ സ്ലറി ഒഴിച്ച് അങ്ങോട്ട് വെച്ചേക്കുക. ഇപ്പോൾ ഈ 3 ഗ്രോ ബാഗിനകത്ത് ഞാൻ നേരത്തെ ഈ സ്ലറി ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നടാൻ നേരം എന്താണെന്ന് അറിയാമോ, അപ്പോൾ അതൊന്നും കൂടെ നമ്മളൊന്ന് എന്തെങ്കിലും ഒരു മണ്ണ് മാന്തി വെച്ചിട്ട് ഇങ്ങനെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ പുതിയ ഗ്രോ ബാഗാണല്ലോ. അപ്പോൾ നല്ലൊരു സൂപ്പർ ഗ്രോ ബാഗാണ് ഇത്. വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു 5 വർഷത്തോളം ഇരിക്കുന്ന ഗ്രോ ബാഗാണിത്. ഇതിൻ്റെ പകുതി ഭാഗത്തോളം കരിയില നിറച്ചിട്ട് കുറച്ച് മണ്ണാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ചെടികൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണ് കയറ്റി കൊടുത്തിരുന്നാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ചീരയെ പറിച്ച് നടാം. അപ്പം എന്താണ്ട് ഞാൻ നട്ടു വെച്ചിരിക്കുന്നതായ ചീരയാണ്. 2 ഗ്രോ ബാഗിനകത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ സെലോഷ്യ ചെടിയാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ സൈറ്റിൽ കൂടെ കൊടുക്കുന്നത് ഇതെല്ലാം ഇപ്പം മുളയ്ക്കുന്നോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നട്ടയാണ്. എല്ലാം നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ പലതരത്തിലുള്ളതായ ചീരകൾ എല്ലാം നല്ല സൂപ്പറായിട്ട് കിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് വലുത് നോക്കി നമുക്കിതിനകത്തുനിന്ന് എടുക്കണം. വലുതിനെ മാറ്റുമ്പോൾ ചെറുത് വളർന്ന് വരും. അപ്പോഴത്തേക്ക് നമ്മൾ ഗ്രോ ബാഗുകളൊക്കെ ഒരുക്കി വെക്കണം. നമ്മളിങ്ങനെ പറിച്ച് മാറ്റി നടുന്നതിനനുസരിച്ച് നമുക്കെപ്പോഴും ചീര കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. നല്ല ചൂടൊക്കെ അല്ലേ, ഈ ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മളങ്ങോട്ട് കഴിക്കണം. അപ്പോൾ നമ്മൾ ചീര പറിച്ചെടുക്കുമ്പോൾ ഗ്രോ ബാഗിനകത്തൊരു നനവുണ്ടായിരിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടേക്കണം. അപ്പോൾ ഇത് വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് നമുക്കൊരു 4-5 എണ്ണമൊക്കെ നമുക്കിനകത്ത് നടാം. നല്ലതുപോലെ അങ്ങോട്ടൊരു കുഴിയെടുത്തിട്ട് അങ്ങോട്ട് ഉറപ്പിച്ചങ്ങ് കൊടുക്കുക. ഒന്ന് അമർത്തി കൊടുക്കണം നട്ടിട്ട്. ഇനി എന്താണെന്ന് അറിയാമോ, ഡെയിലി നമുക്ക് ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ വെള്ളം ഒഴിക്കുന്നത് പോലെ വളരെയധികം ഡൈല്യൂട്ടാക്കിക്കൊണ്ട് നമുക്ക് ദിവസം ഒരു നേരം നമുക്ക് ഈ സ്ലറി കൊടുക്കാം. രാവിലെ കൊടുത്തതിന് ശേഷം വൈകുന്നേരം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 നേരം ഒഴിക്കേണ്ട, ഒരു നേരം ഒഴിക്കാമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ചീരയുടെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. 2 എണ്ണത്തിനകത്ത് റെഡ് ചീര നട്ട് നമ്മൾ. ഇനി നമുക്ക് ഒന്നിനകത്തോട്ട് സുന്ദരിച്ചീര നടാം. സുന്ദരിച്ചീര ഞാൻ കുറേ ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ടല്ലോ. എന്നാലും ഇനിയും നമ്മൾ വലുതിനെ മാറ്റിയപ്പോഴത്തേക്ക് ചെറുതുകളൊക്കെ ഇങ്ങനെ വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെയും കൂടെ നമുക്ക് ഗ്രോ ബാഗിനകത്തോട്ടാക്കാം. ഒഴിയുന്ന ഗ്രോ ബാഗിനകത്തെല്ലാം നമ്മൾ ഓരോന്നങ്ങ് നട്ട് വെക്കണം.
അപ്പോൾ ഒന്നിനകത്ത് സുന്ദരിച്ചീര നിൽക്കട്ടെ. സുന്ദരിച്ചീരയുടെ പേര് പോലെ തന്നെ ഒരു സുന്ദരിക്കുട്ടിയെ കാണാൻ. നമ്മുടെ ഈ ഗ്രോ ബാഗിന് നല്ല ഉള്ളുണ്ടായതുകൊണ്ട് ഒരു 5-6 എണ്ണം നമുക്കിനകത്ത് നടാൻ പറ്റും. ഇപ്പം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ 12 മണി നേരത്തെ വെയിലത്തൊന്നും കൊണ്ട് വയ്ക്കരുത്. പിന്നെ ഒരു തണലത്തോട് നമ്മൾ മാറ്റി വയ്ക്കണം. എന്നിട്ട് നല്ലതുപോലെ വേരൊക്കെ ഒന്ന് പിടിച്ച് നൂന്ന് നിൽക്കുന്ന സമയമാകുമ്പോഴത്തേക്കെടുത്ത് നമുക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുവയ്ക്കാം. എപ്പോഴും നമ്മൾ തൈകളൊക്കെ പറിച്ച് മാറ്റി നടുമ്പോൾ വൈകുന്നേരത്തെ സമയം നടുന്നതായിരിക്കും നല്ലത്. കാരണം ആ രാത്രിയിലൊക്കെ ഒരു തണുപ്പ് കിട്ടുന്നതുകൊണ്ട് അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് നിന്നോളും. രാവിലെ നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ അന്നത്തെ ആ വെയിൽ കൊണ്ടിട്ട് അതെല്ലാം തളർന്ന് ഇങ്ങനെ കിടക്കുകയുള്ളൂ. അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം. അതുകൊണ്ട് എപ്പോഴും വൈകുന്നേരത്തെ സമയത്ത് നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും കരിയിലയോ എന്തെങ്കിലുമൊക്കെ ഇതിനിടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെയൊക്കെ ഉഷാറായിട്ട് നിന്നോളും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു 10 ഗ്രോ ബാഗിനകത്തെങ്കിലും ചീര നടാനായിട്ട് ശ്രമിക്കുക. അപ്പം ഗ്രോ ബാഗ് ഇല്ല എന്ന് കരുതിയിട്ട് മണ്ണിൽ നട്ടാലും മതി. ഇപ്പം ഈ ചൂടായതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഷോർട്ടേജും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഗ്രോ ബാഗിനകത്ത് നമ്മൾ ഒഴിക്കുന്നതായ വെള്ളം അവർക്ക് തന്നെ അങ്ങ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിലൊക്കെ നടുമ്പോൾ അത് പെട്ടെന്ന് ബാഷ്പീകരിച്ചങ്ങ് പോവും. ഇപ്പം ചൂട് കാലത്ത് നമ്മൾ ഗ്രോ ബാഗിനകത്തും അല്ലാതെ ഞാൻ കണ്ടില്ലേ തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ നട്ടേക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ വെള്ളവും നമ്മുടെ കയറും ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാം നട്ടുപിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്തായാലും 10 ഗ്രോ ബാഗിനകത്തെങ്കിലും എല്ലാവരും നടാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ സിമെൻറ്റ് ചാക്കോ എങ്ങനെയെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഞാൻ ഇതേപോലെ ചീരയൊക്കെ നട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തെങ്ങിൻ തടത്തിൽ നട്ടാൽ തെങ്ങിനും ഗുണം, രണ്ടാണ് ഗുണം. തെങ്ങിനും ഗുണമാണ്, നമുക്ക് നല്ലതുപോലെ ചീരയും കിട്ടും. അപ്പോൾ ഈ തെങ്ങിൻ്റെ മൂടൊക്കെ ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ടതിന് ശേഷം അങ്ങ് വെട്ടി മൂടിയതിന് ശേഷം അതിന് ചുറ്റിനും ആദ്യത്തെ ലൈന് സുന്ദരിച്ചീര നട്ടിട്ടുണ്ട്, പിന്നെ റെഡ് ചീര നട്ടിട്ടുണ്ട്, പിന്നെ അതിന് ഇപ്പുറത്തായിട്ട് പാൽച്ചീര. ഓരോന്നും തല നൂന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴാണ് ഞാൻ അടുത്ത ലൈനായിട്ട് ഇങ്ങനെ നടുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് വളർന്നു വരുന്നത്, നല്ല ആരോഗ്യത്തോടെ. ഇപ്പോൾ നേരത്തെ ഇവിടെ നിന്നത് തന്നെ ഉണ്ടോ, നല്ല ആദ്യം നട്ടൊന്ന് നോക്കിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിൽ നല്ലതുപോലെ പിടിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല തഴപ്പോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തെങ്ങിന് രക്ഷപ്പെട്ട് വരുന്നുണ്ട്, അതിനകത്തും വെള്ളയ്ക്കൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇപ്പം ഞങ്ങളുടെ തെക്ക് വശത്തോട്ട് ഇങ്ങനെ ഒന്ന് വന്നാൽ നല്ല പച്ചപ്പോടുകൂടി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പം നമ്മൾ ഇതൊക്കെ നട്ടതിന് ശേഷം നമ്മൾ വെറുതെ ഇരുന്നാലൊന്നും പറ്റത്തില്ല. നമ്മൾ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ, കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇതേപോലെ പച്ചപ്പോടുകൂടി ഈ ചൂട് കാലത്തും നിൽക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മതിലിനകത്ത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെച്ചേക്കുന്ന മാതിരി ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാൻ തോന്നത്തില്ല, ഇങ്ങനെ നിൽക്കുന്ന കാണാൻ ഒരു ഭംഗി സത്യം പറഞ്ഞാൽ. നമുക്ക് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ദാണ്ട് ഇതേപോലെ നട്ടിരിക്കുന്നതായ എൻ്റെ ചീരകളാണ്. ഇപ്പം ഈ ഒരു വളം ഉപയോഗിച്ചിട്ട് ദാണ്ട് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ മതിലരുവിയിൽ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. തിടലിൻ്റെ ഒരു അരഭാഗം ഉണ്ടല്ലോ, ഇപ്പം ഒരു ഗ്രോ ബാഗൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാൽച്ചീരയൊക്കെ കണ്ടു, നല്ല ഉണ്ട്. ഒരു ഗ്രോ ബാഗിനകത്തുള്ള ഒരു 4 വീതമാണ് ഞാൻ നട്ടിരിക്കുന്നത്. 4ഉം 5ഉം ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ മതി നമുക്ക് ഒരു ദിവസത്തേക്കുള്ള കറിയായി. കണ്ടോ, നല്ല തഴപ്പോടെയാണ് വരുന്നത്. പിന്നെ അടുത്തത് സുന്ദരിച്ചീരയാണ്. ഇത് സുന്ദരിച്ചീര, നല്ല തണ്ടൊക്കെ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇലയൊക്കെ നല്ല തഴപ്പോടുകൂടി വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ നല്ല ആരോഗ്യത്തോടെ വരുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ വളം മതി. അപ്പോൾ നിങ്ങൾക്ക് ചീര കൃഷിയും ചീരയുടെ വളവും ചീരയുടെ വളർച്ചയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ലയിനം വിത്തും ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചാണകമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിനകത്ത് സ്വല്പം ഉഴുന്ന് അരച്ചിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പൊടിച്ചിട്ടിട്ട് കലക്കി നിങ്ങൾ ഈ ചീരയ്ക്കൊക്കെ ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നിങ്ങൾക്ക് ചീരയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മേനി, നന്ദി, നമസ്കാരം.